വചനം പറഞ്ഞിരുന്നു ഈ സ്റ്റേജിൽ വെച്ച്. ആ തോന്നുണ്ടായിരുന്നു കർത്താവ് നിനക്കൊരു പാട്ട് തരും, അത് ലോകം മുഴുവനും കേൾക്കണം, റെക്കോർഡ് ചെയ്യുക. ഈ പറഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു പാട്ട് പൂർണ്ണമായി പ്രാർത്ഥന മുറിയിൽ പങ്കു മനസ്സിൽ എല്ലാവരും കഴിച്ചു. കൊടുത്തു. ആ ആഴ്ച നമ്മളെല്ലാവരും കണ്ടു. കുഞ്ഞിവിടെ നിന്ന് പാടി. അന്ന് അതിന്റെ പിറ്റേ ദിവസവും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ പാട്ട് ലോകം. അപ്പൊ അന്ന് നമുക്ക് കേട്ടപ്പോൾ മ്യൂസിക് ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല, ഒന്നും ലിറിക്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ആ പാട്ടിനെ കർത്താവ് അതാണ് ചടങ്ങോടെ പുകയുന്ന തിരി. കർത്താവ് ആ പാട്ടിനെ ഒന്ന് ഭംഗി ലഭിച്ചു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, വേഗം സ്റ്റെപ്പ് എടുക്കുക, ലോകം മുഴുവനും കേൾക്കണം. ഒരു ക്യാമറമാനെ കർത്താവ് കൊടുക്കുപോലെ ഒരു ആൽബം റെഡിയാക്കി, ഷൂട്ടിംഗ് നടന്നു, അഭിനയിച്ചു. വലിയ അത്ഭുതങ്ങൾ ഈ നിമിഷങ്ങൾ എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ ചെലവാക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെലവാക്കുന്നത്? ഇന്ന് അതൊരു ആൽബമായി മാറി. ആൽബം ചേറ്റുകൂടി സഭയിൽ വെച്ച് റിലീസ് ചെയ്തു. ഇന്ന് 1 മണി, ഇങ്ങനെ 3 മിനിറ്റ് ഉണ്ട്. 1 മണിയാകുമ്പോൾ ഓൾറെഡി കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 1 മണി കറക്റ്റ് 1 അടിക്കുമ്പോൾ 5 ഭൂഖണ്ഡങ്ങളിലും യൂട്യൂബിൽ ഈ ആൽബം എത്തിപ്പെടും. 1 മണിക്ക് 1 വാക്ക് നമുക്ക് പ്രാർത്ഥന